രാമാഭിഷേക വിഘ്നമാണ്. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രി വശകഥനാകിയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടുകമ്പികേ. കാമുകനല്ലോ ദ്രുപതി ദശരഥൻ കാമിനികയെ ഈ ചിത്തമെന്തീശ്വര നല്ല ഭരണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നത് നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു. വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഗ്രഹം വരുത്തിയിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോട് കയ്യേയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ദരതൻ വദനാന്തരേ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവിക്രയാങ്കുബ്ജയം മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നോരു മന്ദരയെ കണ്ടുകയേ ദാനം അവളോട് ചൊല്ലിനാൾ. മന്ദരേ ചൊല്ലുന്നീ രാജ്യം എല്ലായിടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂടേ മഹാഗർവിതേ കിടന്നപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ ഏറിയൊരാപത്ത് വന്നെടുത്തു. നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടിടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. തമയോൾ ചൊന്നത് കേട്ടു സംഭ്രമിച്ചു താനുമയും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകരനോപുരം ചിത്തമോദേന നൽകിയിടിനാളതരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപഭാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനില്ലൊരു അവകാശമേതം നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ അറിയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമന് സ്നേഹം എനിക്കേറും. രാമനും കൗസല്യാദേവിക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റുമെല്ലാവർക്കും കൊടുപ്പൂമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറയുകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തം എന്നെ അത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ജായം പ്രീതിപൂർവകം. മൂടേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രി തൻ വാക്കുകൾ കേട്ടുള്ള വാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൊൽപ്രിയനായ ശത്രുഘ്നെയും ധ്രുവൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ടു തന്നെ ഇതോ. രാജ്യാഭിഷേകം കൃതൻ രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം. ഭാഗ്യമത്രേ സൗമിത്രിക്കതും കണ്ടു നിർഭാഗ്യായൊരു നീ ദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും ഭാവിക്കുകയും വേണ്ട രാജത്വം ഇതമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാതപുരാഭവം കൊണ്ടുള്ള താപവും കൊണ്ടു ധരണിയിൽ വാഴകിൽ നല്ലൂ മരണമതിനില്ല സംശയം ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ട് നിനക്കെങ്കിൽ ഇക്കാലം തൊൽ സുതൻ തന്നെ വാഴിക്കും നിരവരൻ. രാമൻ ഈ 7 ആണ്ടുകാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന് വരുമതി പുറവിടെ കീർത്തിയാവനക്കും വസിക്കാഞ്ചിരം വേണമെന്നാൽ അതിൽ ഒരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നോട് സൈന്യ സമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വെണ്ണില കമ്പുക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നൊരു ദാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നോട് ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ. ചിത്രമത്തെ പ്രതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്ത പ്രതീന്ദ്രനും നിവൃത്തനായ ഓരോ ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചിന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞത് ഭൂപനം. ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടത് മൂലം ഭരിച്ചുകൊണ്ടാലും നീ.
ഭർത്തവാക്യം കേട്ടു നെയ്യം അന്നേരത്ത് ചിത്തസമോദം കലർന്നു ചൊല്ലിയിടിനാൾ, ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തംഭവതി മയാ ത്രിപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഉനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിത് മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയാം ധീരതയോടി നിക്ഷിപ്രം ഇപ്പോൾ കൃതാകാരം പ്രവിശ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു കാർക്കൂന്തലഴിച്ചിട്ട് ഭൂമിയേനിയും പൊടി കൊണ്ടും അണിഞ്ഞിക ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കൊണ്ടർത്തിച്ചു കൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മനസം മന്ദരച്ചൊന്ന പോലെ അതിനൊന്നും ഒരന്തരം കൂടാതെ ചെന്നു കൈകേയും പത്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയേ മേവിനാൾ. കൈകേയി മന്ദരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവനല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥം എന്ന് ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. ഏരുമിതിന്നുടക്കം വരായെങ്കിൽ നീ ചെതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര. പിന്നെ യവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാനിതനായി ഗുണാചാര സംയുക്തനായി നിധിജ്ഞനായി നിതശിഖവാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനന്തെങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കഞ്ചടം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രവർത്തികളോടും പറഞ്ഞുകൊണ്ടപ്പുരമുഖം കരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹുലനായോരു ഭുവനം ചിത്തതാരിങ്കൽ നിരൂപിച്ചിതീദൃശം. മന്ദിരന്തനിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികേ വരുമ്പുരാ. സുന്ദരിയാം ഇവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതന്മേഷമെൻ മനസ്സേ ചൊല്ലുവിൻ ദാസികളെ. ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരവധി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചത് അതിന്മൂലമേതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാം. തത്രകത്തു ആ നിന്തിരുവടി ദേവി തൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ എന്നത് കേട്ട് ഭയേന മഹീപതി ചെന്നരികത്തിരുന്നോ സംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലുചൊല്ലുന്നിതു വല്ലഭേ. നാദേ വെറും നിലത്തുള്ള പൊടിയടിഞ്ഞ ആതങ്കമോട് കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോട് ചൊൽകിടോ. മൽപ്രജാവൃദ്ധമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കിടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതോ വല്ലവേ. ദണ്ഡിനെന്നാകിലും പദ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥവതിയാക്കി വൈപ്പവൻ അവനെ ഞാൻ. അർത്ഥവാനേറ്റം അനിഷ്ടനെങ്കിൽ നിർധനാക്കും അവനെന്നുവനെ ഞാൻ. ബദ്ധിനെ നൂനം അവദ്ധ്യനാക്കിയിടവൻ ബദ്ധിനാക്കിയിടം അവദ്ധിനെ വേണ്ടെങ്കിൽ നൂനം നിനക്കധീനം മമ ജീവനം. മാനിനീ ഖേദിപ്പതിൻ എന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്ങനാരത്നമേ ജീവൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിക്കായികമാം വല്ലഭേ. ഇത്തം ദശരഥൻ കയ്യേ തന്നോട് സത്യം പറഞ്ഞത് കേട്ട് തെളിഞ്ഞവൾ കണ്ണുനീരം തുടച്ചു താനവും ചെയ്തു മന്നവൻ തന്നോടോ മന്ദം ഉര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാം. എങ്കിലോ പണ്ട് സുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ട് എന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വാച്ചിരിക്കുന്നു ഭവാങ്കൽ. അത് 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതന് ചെയ്യണമെന്നതും
പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതിവീരൻ ജഡാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമൻ ഉഷസി വനത്തിന് പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിലിന്നു മരണം എനിക്കില്ല നിർണയം എന്നു കയ്യേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അടവിയിൽ. വജ്രമേറ്റദ്രി പതിച്ച പോലെ വീണിതൂ ഭുവനം. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണു നീർവാർത്തു വിറച്ചു ദൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാകന്ത കാണുകയോ ഞാനിഹാം ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയം ഉപസ്ഥിതമാകയോ കിങ്കിമേതൽ കൃതം ശങ്കരാ ദൈവമേ പങ്കജലോചന ആ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കയ്യേതന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ട ദശരഥൻ ദീർഘമായി വീർത്തേവം മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നത് ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചിതോ രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്തതിനെന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദം ഒരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നീ നിനക്കിന്നിത് തോന്നുവാൻ എന്തോ ഒരു കാരണം. നിന്നുടെ പുത്രൻ രാജ്യന്തരാമല്ലോ ധന്യശീലേ രാമൻ പോകേണമെന്നുണ്ടോ. രാമനാലേതം ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കയ്യേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. പങ്കജനേത്രനാൻ രാമൻ ഉഷസ്സിനു ശങ്കാവീനം വനത്തിന് പോകാകിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭവിരാജാ ദശരഥൻ ഇത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞത് കാരണം യാതന ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോപരിഭവാൻ ചെയ്ത ശബദവും ഭൂമി വൃഥാമിത്തയാക്കിയിടലാം. കൈകേയി തന്നോട് നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമേതി പ്രലാപേന യാമിനി പോയിതോ വത്സരതുല്യായി. ചെന്നാർ അരുണോദയത്തിനു സാദരം മന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതിജയ ശബ്ദങ്ങൾ സംഗീത ഭേദങ്ങൾ എന്നിവറ്റെക്കൊണ്ടും പള്ളിക്കുറപ്പുണർത്തിയിടിനാര നേരമുള്ളിൽ ഉണ്ടായ കോപേന കയ്യേയും ക്ഷിപ്രം അവര് നിവാരണവും ചെയ്താൽ വിഭ്രം കൈക്കൊണ്ട് നിന്നാരവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ കുടതഴച്ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരണാഭരണാദ്യലങ്കാരവും മരണവാചരിതങ്ങൾ പദാതിയും മരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠം നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാച്ചു സംഭരിച്ചിടിനാൻ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികളാ ബന്ധ കുതൂഹലാബ്ദി നിഭക്തരായി രാത്രിയിൽ നിദ്രയും കൈവിട്ട് മനസ്സേ ചീർത്ത പരമാനന്ദത്തോടെ മേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതിരമ്യപരായുധ മണികുണ്ടല സമുക്ത ശോഭിത ഖണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ചതാലോചന ഭംഗിയും പുണ്ടരീകരാതിമണ്ഡലത്തുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയം കുന്ദ മുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാദരാഭയം കന്ദരാരാജിത കൗസ്തുഭരത്നവും ബന്ധൂരാം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്നിപീതാംബരാഭയം പൂഞ്ചേലമീതേ വിളങ്ങിമിന്നിടുന്ന സ്പാഞ്ചന കാഞ്ചികളും തനുമദ്യവും കുംബീകുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ട് കൊപ്പിയിടും ഒരു കാന്തങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിപജാരൂപം പൂജവാണ് നിശങ്കാഭുജംഗവും കമ്പം കലർന്നു കമടപ്രവരനും കുമ്പിടുന്നു ഒരു പുറവടി ശോഭയും അംബോജ തുല്യമാം അങ്കൃതലങ്ങളും ചെമ്പാരി രത്നം തുളും തിരുമേനിയും ഹാരക്കടകവലയാങ്കുലിയാദി ഹരിതരാഭരണവലിയം പോണ്ടു
വാരണവീരൻ കഴുത്തിൽ തിറത്തോട് ഗുരാതപത്രം ധരിച്ചന്തികെ അരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാൻ രാമചന്ദ്രമുത കാണായി വരുന്നു നമുക്കിനിയന്തിതം മനസ്സുതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ പദനിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചേർത്ത വിഷാദമോടൽസുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ത് ആനന്ദപൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികൾ ആദരാൽ ഇച്ചിന്നാഭിഷേകം അന്നേരം ആദിത്യനുമുദിച്ചിടിനാം മന്നവം പള്ളിക്കുറിപ്പുള്ളിന്നും എന്തൊരു മൂലം അതിനെന്നു മനസ്സേ ചിന്തിച്ചു മന്ദമന്ദതാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു മന്ദപുരമകമ്പുക്കാൻ അതിദ്രുതം രാജീവമിത്രഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാ ജയ ജയ തന്ത്രപനെ സ്തുതിച്ചു നമസ്കരിച്ചു താരവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരം വാർത്തവൃത്തിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ട് സുമന്ത്രം സത്വരം കയ്യേയി തന്നോട് ചോദിച്ചാൻ ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കയ്യേയി ജയതയാ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലവേ ചൊല്ലുക എന്നോടെന്ന് കേട്ട് കയ്യേയും ചൊല്ലിനാള സുമന്ത്രരോടന്നേരം ധാത്രി പതീന്ദ്രനെതിരെയുണ്ടായി രാത്രിയിൽ എന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചവഞ്ഞിതു തന്നുടെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സ് ചിന്തിക്കുകയും ഉജ്ജൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതോ മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം ത്രിവേന്ദ്രൻ രാമനെ ചെന്ന് വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരം ചലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനം അനാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നത് കേട്ട് ഭൂപാലനം ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായോരു രാമകുമാരൻ നാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രർ വിളറിപ്പോയി ചെന്നു കൗസല്യാസുതനോടോ ചൊല്ലിനാൻ താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നുള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോട് കൂടവേ സമിത്രയോടും കരേറിയതോപരിവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിരാൻ രാമനെ ചെന്നുടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനം രാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അത് കണ്ടനന്തരമാരുടെ ശോകാൽ വിലാപം തുടങ്ങിനാൻ രോദനം കേട്ട് വസിഷ്ഠമനീന്ദ്രനങ്കേതേന മന്ദിരം ബുക്കിതോ സത്വരം ശ്രീരാമദേവനൻ ചോദിച്ചു തന്നേരം കാരണം എന്തോന്നു താത് ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നത് നേരം പറഞ്ഞിതു കേകയപുത്രിയം കാരണം താത ദുഃഖത്തിന് നീ തന്നെ പരിൽ സുഖം ദുഃഖമൂലമല്ലോ ദൃണം ചേതസി നീ നിരൂപിക്കിൽ എള്ളതിനി താതന് ദുഃഖ നിവൃത്തി വരുത്തുവാൻ പത്ര ദുഃഖോപശാന്തിക്ക് കിഞ്ചിൽ തുയാ കർത്തവ്യമായൊരു കർമ്മം എന്നായി വരും സത്യവ്യാധിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതോ ചിത്തഹിതം നൃപേന്ദ്രിയൻ നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ രണ്ടുവരം അമാദത്തമായിട്ടുണ്ട് കൊണ്ട് നിൻ താതനാൽ സന്തുഷ്ട ചേതസ നിന്നാലെ സാധ്യമായുള്ളോന്ന് അത് രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതൻ അറിക നീ സത്യഭാഷേന സംബന്ധനാം താതനെ സത്വരൻ രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവൻ എന്നതറിക നീ മാതൃവചനശൂലാഭിഗതനായ മേദിനി ബാലകുമാരനാൻ രാമനും എത്രയും ഏറ്റവും വ്യതിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനുള്ള സംശയം മനസ്സേ ഖേദം അതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്ക് ത്യാജ്യമെന്നാൽ എന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്ന ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ പാവകൻ തന്നിൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കലേതമേ സംശയം
ചേതസ് ജറ്റിൽ എനിക്കെന്നറിക നീ. താതാ കാര്യമനാപ്തനെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ പിത്രോർമലം എന്ന് ചൊല്ലുന്നു. സജ്ജനമിത്തമെല്ലാം പരിജ്ഞാനം മയാതുന. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാൻ അകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം അറിയിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കയ്യേയൻ രാമനോടാശ ചൊല്ലിയിടിനാളാതരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായി ഉടനാതരാൽ സമ്പാദിച്ചു ഒരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനേ തപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ ഇന്നതു ദുഃഖമാകുന്നതും എന്നത് കേട്ടു ശ്രീരാമനൻ ചൊല്ലിനാൻ ഇന്നതിന് എന്തൊരു വൈഷമ്യമായതും. ചെയ്ക അഭിഷേകം ഭരതന് ഞാൻ ഇനി വൈകാതെ പോവൻ വനത്തിന്നു മാതാവേ എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവത് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റം. എളുതല്ലോ സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും ഇദ്ദേഹം മാത്രം ഭരിക്കുന്ന വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവം തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നെ യൗവനം നൽകി ജരാനരിയും വാങ്ങി ദിവ്യന്മാരായാൽ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവവാക്യമേവം കേട്ട് ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ ശ്രീജിതനായതി കാമുകനായൊരു രാജാധവനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാം അല്ലായിൽ എന്നോട് അസത്യം ദോഷ പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവാം. പ്രതീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ആ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ആ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നത് എങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനന്തനിൽ ഗമിക്കുന്നത് എങ്ങനെ നന്ദന. എന്നിത്തരം ബലജാതി പിറകയും കണ്ണുനീരാലോലമാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടചുടു ദീർഘമായി വീർക്കയും ഖിന്നനായ ഒരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടോ കണ്ണും മുഖവും തുടച്ചു രഘുത്തമനാശ്ലേഷനീതി വാക്യവാദ്യങ്ങളാൽ അനുസരിപ്പിച്ചാൻ നയഗോവിതൻ തഥാം. എന്തിനെന്താതൻ മൃദൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദണ്ഡം ഇതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയുമില്ല ഇത് രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരൻ ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലെ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത്തത് കർമ്മം മാതാവ് എനിക്ക് വിധിച്ചത് നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുവേനെന്നരുൾ ചെയ്തവനും മാതൃഗേഹം ബുക്കതു നേരം. ധാർമ്മികരാകിയ മാതാ സമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമ പൂജാദികൾ പുത്ര അഭ്യുദയനായി കൊണ്ട് ചെയ്യിച്ചു വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവത്പാദാംബുജൻ ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ. രാമൻ ഉപഗതനായത് കണ്ടില്ലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരന് മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരതള ശ്യാമകളേബരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തെൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീട് ഭുജിപ്പതിന്നാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കിയിരിക്കുവരൻ തന്നുടെ മാതാവിനോട് അരുൾ ചെയ്തോ. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമേ ക്ഷിപ്രമാരണ്യവാസത്തിന് പോകണം. മുൽപ്പാടു കേകയപുത്രിയായ അമ്മയ്ക്ക് മൽപിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കുന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. അത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ.
സന്താപമേതം മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യപാരിൽ മോഹിച്ച് വീണിടുന്നാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവൻ തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നുടെ സന്തനൻ തന്നോട് ചൊല്ലിനാൾ ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം, മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ. ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴണം ഭരതനെന്നാകിൽ നീ കാടുവാഴണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചതു കയ്യേയോട് നീ ചിന്തിക്ക ഭുവനോടും കുമാരാബലാൽ. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചെറ്റില്ലെന്ന് നിർണയം. പോകേണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ച് ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ, മാനവവംശവും പിന്നെ മുടിഞ്ഞു പോവാം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടു ഒരു സൗമിത്രിയും. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രിപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൽ അയച്ച അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിനന്തർമുതാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ, ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേവരോ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷാദക്തമമാർ സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഘടമായി ആലിംഗനം ചെയ്തു. സുന്ദരൻ ഇന്ദിരാമന്ദിര വത്സനാനന്ദ സ്വരൂപൻ നിന്ദിരാ വിഗ്രഹൻ ഇന്ദീവരാക്ഷണീന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാകുമാരവിതൻ വിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനൻ നിന്ദു ചൂടപ്രിയൻ വൃന്ദാരു വൃന്ദവന്ദാരദാരുപവൻ. സർവത്ര സങ്കീർത്തനം. ശ്രീരാമ രാമ പ്രഭോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.